നിങ്ങളുടെ ഫീൽഡ് ഏതായാലും, നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് ഏത് തന്നെ ആയാലും, നിങ്ങളത് പഠിക്കാൻ ചൂസ് ചെയ്യുന്ന കോളേജിന് അതിലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെ പ്ലേ ചെയ്യാനുണ്ട്. സോ നിങ്ങൾ സൈക്കോളജി പഠിക്കാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന കോളേജ്, അതിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെയാണ് ഇന്ത്യയിലെ ടോപ്പ് 5 കോളേജസ് ടു ലേൺ സൈക്കോളജി, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐ എം അഷിത നവാദ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം കോളേജസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതിലൊന്നാമത്തെ കാര്യമാണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് എത്രത്തോളം നല്ലതാണെന്നുള്ളത്. നല്ലൊരു കോളേജ് ആയിരിക്കും, നല്ല രീതിയിൽ നാക് അക്രഡിക്ഷൻ ഒക്കെ ഉണ്ടാവും, നല്ല റാങ്കിങ് ഉള്ള കോളേജും ആയിരിക്കും. പക്ഷേ അവിടുത്തെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് അത്ര നല്ലതല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് അവിടുന്ന് ഒരു പ്രൊഫഷണൽ ബെനിഫിറ്റ് ഉണ്ടാവാൻ പോകുന്നില്ല. നേരെ തിരിച്ചും, കോളേജ് അത്രയ്ക്ക് നല്ലതല്ല പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് ഓക്കെയാണ്, അവിടുത്തെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഫ്ലറിഷ് ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ എഗെയിൻ ആ ഒരു കോളേജ് ചൂസ് ചെയ്യുന്നത് ഓക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവിടുത്തെ ഫാക്കൾട്ടീസ് എങ്ങനെയാണ്, എക്സ്പേർട്സ് ആയിട്ടുള്ള ഫാക്കൾട്ടീസ് ആണോ, എന്താ പറയുക, നമുക്ക് ആഗ്രഹമുള്ള ഏരിയയിൽ നല്ലൊരു രീതിയിലുള്ള കോച്ചിങ് നമുക്ക് കിട്ടുന്നുണ്ടോ, അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്, കോളേജിൽ നിന്ന് തന്നെ നമുക്ക് ഇന്റേൺഷിപ്പ് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ടോ, ഇന്റേൺഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് ഗെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോളേജാണോ, അതുപോലെ തന്നെ അവിടുത്തെ അലംനി നെറ്റ്വർക്കിംഗ് എങ്ങനെയാണ്, നമ്മുടെ ആ ഒരു പ്രൊഫഷനിൽ നല്ല രീതിയിൽ എത്തിപ്പെട്ടിട്ടുള്ള അലംനീസ് അവിടെ ഉണ്ടോ, സോ അവരുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫഷണലി ഗ്രോ ചെയ്യാൻ പറ്റുമോ, പിന്നെ അവിടുത്തെ ആ ഒരു റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയാണ്. സോ നമ്മൾ ഏതൊരു ഫീൽഡിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിലും റിസർച്ചിലൊരു ബേസിക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര നെസസറി ആണ്. സോ ആ ഒരു കോളേജിൽ ആ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്ത് ഇത് നിങ്ങളുടെ പേഴ്സണൽ വാല്യൂസുമായിട്ടും പ്രൊഫഷണൽ ഗോൾസ് ആയിട്ടും അലൈൻ ചെയ്യുന്നുണ്ട് എന്ന് മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം വേണം നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്യാൻ. ഒന്നാമത്തെ കോളേജാണ് ടിസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ സോഷ്യൽ സയൻസിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയിലെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. സോ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതലുള്ളൊരു പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യലൈസേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിയറിനേക്കാൾ കൂടുതൽ ആ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ കുറച്ചും കൂടെ എക്സ്പോഷർ കിട്ടുന്നു എന്നുള്ളതാണ്. ടിസിൽ നിങ്ങൾ PG ചെയ്യുകയാണ് അല്ലെങ്കിൽ MPhil ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ, മോർ ദാൻ ആ ഒരു തിയററ്റിക്കൽ കാര്യത്തിനേക്കാൾ കൂടുതൽ ആ ഒരു റിഗറസ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് സോഷ്യൽ സ്റ്റഡീസിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. സൈക്കോളജി ആയിക്കോട്ടെ, സോഷ്യൽ വർക്ക് ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾ ടിസ്സിൽ പഠിക്കാൻ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫീൽഡ് വർക്ക് പോലെയുള്ള കാര്യങ്ങൾ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പോഷർ പോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് ടിസ്സിന് കൂടുതലായിട്ടും ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. സോ ടിസ്സിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാസ് ഔട്ട് ആവുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. ബിക്കോസ് തിയറി മാത്രം ഫോക്കസ് ചെയ്ത് ഓക്കെ പഠിച്ച് പാസ്സാവുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരുപാട് പ്രാക്ടിക്കൽ നോളജ് ഗെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അതിൻ്റെ ഒക്കെ ബേസിസിലായിരിക്കും നിങ്ങൾ അവിടുന്ന് പാസ് ഔട്ട് ആവുന്ന കാര്യം ഡിറ്റർമിൻ ആവുന്നത്. ടിസിലേക്കുള്ള എൻട്രി എങ്ങനെയാണെന്ന് വെച്ചാൽ CUET PG എൻട്രൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇന്ത്യയിൽ എല്ലാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൻ്റെ അണ്ടറിലേക്കുള്ള എൻട്രൻസ് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു എൻട്രൻസ് ആണ് CUET. NTA ആണ് CUET എൻട്രൻസ് നടത്തുന്നത്. സോ CUETയുടെ അണ്ടറിലാണ് ഇപ്പോൾ ടിസിലേക്കുള്ള എൻട്രിയും വരുന്നത്. സോ നിങ്ങൾ ടിസിലേക്കാണ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡിഗ്രി എടുത്തതിന് ശേഷം CUET എൻട്രൻസ് എഴുതുക. സോ അതിൻ്റെ മാർക്കിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുക. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി മെന്റൽ ഹെൽത്ത് ഫീൽഡിലുള്ള എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നിംഹാൻസ് ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ്. ബാംഗ്ലൂരാണ് നിംഹാൻസ് ഉള്ളത്. സോ നിംഹാൻസിൽ നമുക്ക് UG ആൻഡ് PG പഠിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഹയർ ആയിട്ടുള്ള, അതായത് MPhil പോലെ MD ഇൻ സൈക്കാട്രി പോലെയുള്ള കോഴ്സസ് അല്ലെങ്കിൽ PhD പോലെയുള്ള കോഴ്സസ് ആണ് നിംഹാൻസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിംഹാൻസ് ആണ് ഇന്ത്യയിലെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെന്റൽ ഹെൽത്ത്. അതൊരു സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സോ MPhil അല്ലെങ്കിൽ PhD ചൂസ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എപ്പോഴും നിംഹാൻസ് ആയിരിക്കും. സോ നിംഹാൻസിലേക്ക് എത്തണമെങ്കിൽ നിംഹാൻസിലെ MPhilനും PhDക്കും സെപ്പറേറ്റ് എൻട്രൻസ്, നിംഹാൻസ് തന്നെ കണ്ടക്ട് ചെയ്യുന്ന സെപ്പറേറ്റ് എൻട്രൻസ് ആണുള്ളത്. സോ ആ എൻട്രൻസിലെ ക്വാളിഫിക്കേഷന് ശേഷം അതിൻ്റെ റാങ്ക് ലിസ്റ്റിനനുസരിച്ചായിരിക്കും നിംഹാൻസിൽ നിങ്ങൾ PhD അല്ലെങ്കിൽ MPhilന് ജോയിൻ ചെയ്യുന്നത്. ടിസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നിംഹാൻസിലും നിങ്ങൾ സർവൈവ് ചെയ്യണമെങ്കിലും നിങ്ങൾ പാസ് ഔട്ട് ആവണമെങ്കിലും കുറച്ചധികം വിൽ പവറിൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും ആവശ്യം ഉണ്ടാവും. അതൊട്ടും ഈസി ആയിട്ടുള്ളൊരു ജേർണി ആയിരിക്കില്ല, പക്ഷെ വർത്ത് ആയിരിക്കും, മീനിങ് ഫുൾ ആയിരിക്കും.
അടുത്തതായിട്ട് നിങ്ങൾക്ക് സൈക്കോളജിയിൽ UG PG PhD ചെയ്യാൻ പറ്റുന്ന മറ്റൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കുറച്ച് കോളേജസ് ഉണ്ട്. LSR പോലെ, മിറാണ്ട ഹൗസ് പോലെ, ഹിന്ദു കോളേജ് പോലെയുള്ള കോളേജസിലൊക്കെ നിങ്ങൾക്ക് സൈക്കോളജിക്ക് PG അല്ലെങ്കിൽ UG PhD ഒക്കെ ചെയ്യാൻ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. സോ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലും നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അതും ഇപ്പോൾ CUETന്റെ അണ്ടറിലാണ് വരുന്നത്. പ്രീവിയസ്ലി ഡൽഹി യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് എൻട്രൻസ് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതും CUETയുടെ അണ്ടറിലേക്ക് ആയിട്ടുണ്ട്. സോ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെയധികം പഴക്കം ചെന്ന ക്യാമ്പസ് ആണ്. സോ അത്രയും നല്ല ഫാക്കൽറ്റി, അത്രയും നല്ല ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള മിക്ക കോളേജസിലും ഉണ്ടാവുക. ഡൈവേഴ്സ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആണ് അവിടെ ഉണ്ടാവുക. ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവും. സോ ആ ഒരു ഡൈവേഴ്സ് പോപ്പുലേഷൻ ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ കൂടുതലും നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയാറുണ്ട്. പക്ഷേ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രാക്ടിക്കൽ എക്സ്പോഷറിന്റെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂസിങ് ആണ്. കാരണം നമ്മൾ ചൂസ് ചെയ്യുന്ന ഇന്റേൺഷിപ്പിനനുസരിച്ചാണ് നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടുക. അത് ഗ്യാരണ്ടീഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഹയർ സ്റ്റഡീസ് പെർസ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർനാഷണൽ എക്സ്പോഷർ പെർസ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ക്യാമ്പസുകൾ. അടുത്തതായിട്ട് ഇന്ത്യയിൽ സൈക്കോളജി ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ് ജാമിയ മിലിയ ഇസ്ലാമിയ ഡൽഹി. JMIയിലെ ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ JMIയിലെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ തന്നെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, സൈക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് ആണ് JMI. സോ അവിടെ അത്രയും ക്വാളിറ്റി ഉള്ള ഫാക്കൽറ്റീസ് ആണ് ഉണ്ടാവുക, അത്രയും നല്ല സിലബസ് ആണ് JMIയിലുള്ളത്. സോ JMI എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രോങ് അക്കാഡമിക് ഫൗണ്ടേഷൻ ഉണ്ടാക്കി തരാൻ നല്ല രീതിയിൽ കേപ്പബിൾ ആയിട്ടുള്ളൊരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. JMIയിൽ എത്തണമെങ്കിൽ നമുക്ക് CUETന്റെ അണ്ടറിലല്ല ജാമ്യയിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ജാമ്യ തന്നെ നടത്തുന്ന ഒരു സെപ്പറേറ്റ് എൻട്രൻസ് ആണ് ജാമ്യയിലേക്കുള്ള സൈക്കോളജിക്ക് വേണ്ടി വരുന്നത്. എല്ലാ കോഴ്സസിനും അങ്ങനെ തന്നെയാണ് ജാമ്യ മിലിയയിൽ വരുന്നത്. സോ അവിടുത്തെ ഒരു പ്രത്യേകത, വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു അക്കാഡമിക് ഫൗണ്ടേഷൻ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യണം, റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ് ജാമ്യ മിലിയ. പക്ഷേ എൻട്രൻസ് ക്രാക്ക് ചെയ്യാന്നുള്ളത് ടു ഡിഫിക്കൽട്ട് ആണെന്നും പറയാൻ പറ്റില്ല, പക്ഷെ അത്രയ്ക്ക് ഈസി ആണെന്നും പറയാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർ പെർസ്യൂ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ എൻട്രൻസ് അത്ര ഈസി ആവാൻ വഴിയില്ല. പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയും CUETന്റെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. നിങ്ങൾ CUET എൻട്രൻസ് എക്സാം ആണ് എഴുതേണ്ടത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി. സോ നിങ്ങൾക്ക് സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ ഹെൽത്ത് സൈക്കോളജി ഇതിനൊക്കെ പഠിച്ചതിന് ശേഷം റിസർച്ച് ഓറിയന്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. അതും ഈ പറഞ്ഞതുപോലെ കുറച്ചധികം പഴക്കം ചെന്നിട്ടുള്ള ആ ഒരു ഹെറിറ്റേജ് ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ സൈക്കോളജിയിൽ നിങ്ങൾക്ക് UG PG ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. സോ അൾട്ടിമേറ്റ്ലി ഒരു കോളേജ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു അൾട്ടിമേറ്റ് ലോങ് ടേം ഗോളിലേക്ക് ഈ ഒരു കോളേജ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ആവേണ്ടത് ഒരു ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി മാത്രം സ്പെഷ്യലൈസേഷൻ ഉള്ളൊരു കോളേജിൽ നിങ്ങൾ പോയിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. സോ അത് നിങ്ങളുടെ ലോങ് ടേം ഗോളിൽ കുറച്ചും കൂടെ ഡിസ്റ്റൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. സോ ഒരു കോളേജ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിനെയും ലോങ് ടേം ഗോളിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെന്റും സിലബസും ആണ് അവിടെ ഉള്ളത് എന്ന് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓൾസോ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ട ഒരു പ്രാക്ടിക്കൽ സ്കിൽസ് നിങ്ങൾക്ക് ലാക്കിംഗ് ആണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു 2 month ഇൻറ്റൻസീവ് കോഴ്സ് ഒപ്പം അക്കാഡമി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.